ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബവിചാരത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബവും സോഷ്യൽ മീഡിയയും എന്നതാണ്. ഫാമിലി ആൻഡ് സോഷ്യൽ മീഡിയ. കുടുംബവും സോഷ്യൽ മീഡിയയും ബന്ധങ്ങളെ നിർമ്മിക്കുവാനോ തകർക്കുവാനോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും കരങ്ങളിൽ മൊബൈൽ ഫോണുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളുമായി നിമിഷങ്ങൾക്കകം നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം നമ്മുടെ സ്വന്തം ഭവനങ്ങളിലെ പ്രിയപ്പെട്ടവരുമായി എത്രമാത്രം സംസാരിക്കുന്നുണ്ട് എന്നത് ഗൗരവമായി ചോദിക്കേണ്ട വിഷയമാണ്. ഇന്ന് കുടുംബത്തിൻ്റെ സായാഹ്നങ്ങൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഭവനങ്ങളിലെ വൈകുന്നേരങ്ങൾ നമ്മുടെ പിതാക്കന്മാർ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയിടങ്ങളിൽ നിന്ന് ഭവനത്തിലെത്തി അന്നത്തെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മമാർ അന്ന് വന്ന ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇൻസ്റ്റയിലാണ്, അവർ ഓൺലൈൻ റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഓൺലൈൻ ഗെയിമുകളിലാണ്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒരേ വീട്ടിലാണ്, പക്ഷേ ഓരോരുത്തരും മറ്റാളോടൊപ്പം ഇല്ല എന്നതാണ് ഒരു പരമാർത്ഥം. പ്രിയമുള്ളവരെ, സാങ്കേതിക വിദ്യ മനുഷ്യനെ ബന്ധിപ്പിക്കാൻ വേണ്ടി വന്നതാണോ, അതോ അത് ബന്ധങ്ങളെ തകർക്കുന്ന ഉപകരണമായി മാറുന്നുണ്ടോ? ഈ കാലത്ത് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം, എല്ലാം അനുവദനീയമാണ്, എന്നാൽ ഒന്നിനും അടിമയായി തീരുന്നതിന് ഇടയായി തീരരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമ്മുടെ ദാസനായി തീരണം, എന്നാൽ ഒരിക്കലും നമ്മുടെ യജമാനനായി തീരുന്നതിന് ഇടയാകരുത്. സോഷ്യൽ മീഡിയ പലപ്പോഴും ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നുണ്ടോ, ബന്ധങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നതിന് ഇടയായി തീരരുത്. പിന്നെയോ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഇടയായി തീരണം. കണക്ഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് റിലേഷൻഷിപ്പ്. ഒരിക്കലും നല്ല ബന്ധങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയ ബന്ധം ഒരിക്കലും ആയി തീരില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-10 വാക്യം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, സഹോദര സ്നേഹത്തിൽ അന്യോന്യം ഉറ്റിരിപ്പിൻ. റിലേഷൻഷിപ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മെ ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അറ്റാച്ച്മെൻറ്റ് തിയറി മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാനസിക ആവശ്യം എന്നത് മാനസിക ബന്ധം, എ സെക്യൂർ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് എന്നതാണ്, മാനസിക ബന്ധമാണ് എന്നതാണ്. ഒരു കുട്ടിക്ക് ഏറ്റവും വിലയേറിയത് എന്താണ്? വിലയേറിയ മൊബൈൽ ഫോണിനേക്കാളും പ്രധാനം മാതാപിതാക്കളുടെ സമയമാണ്, മാതാപിതാക്കളുടെ ശ്രദ്ധയാണ്, മാതാപിതാക്കളുടെ കേൾക്കാനുള്ള മനസ്സാണ്, ചേർത്ത് പിടിക്കലാണ്. ഇവയാണ് തീർച്ചയായും ബന്ധങ്ങളെ ശക്തീകരിക്കുന്നത്. ഈ കാലത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്, എന്നാൽ സമയം കൊടുക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഒരിക്കൽ കൗൺസിലിംഗ് റൂമിൽ വന്ന ഒരു കുടുംബം ഭവനത്തിലെ 12 വയസ്സുകാരനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് മോനെ? അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പനും അമ്മയും അല്പസമയമെങ്കിലും എന്നോടൊപ്പമൊക്കെ ഒന്ന് ഇരുന്ന് കളിക്കാനും സംസാരിക്കാനും, അതാണ് ഏറ്റവും വലിയ വിലയേറിയ അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ആ കുഞ്ഞ് പണത്തിന് വേണ്ടിയോ വിലയേറിയ സമ്മാനത്തിന് വേണ്ടിയോ ഒന്നുമല്ല കരയുന്നത്, അല്ലെങ്കിൽ അവൻ പറയുന്നത് ബന്ധത്തിന് വേണ്ടിയാണ്. റിലേഷൻഷിപ്സ് ഇൻ മൈ ലൈഫ് വെരി ഇമ്പോർട്ടൻറ്റ്. ബന്ധമാണ് ഏറ്റവും വലിയത്. ഒരിക്കൽ ഒരു കുടുംബം രാത്രി ഭക്ഷണ സമയത്ത് അച്ഛനും അമ്മയും 2 മക്കളും മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. പക്ഷേ ഓരോരുത്തരും മറ്റൊരാളെ നോക്കുന്നില്ല. എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണിലാണ്, അവരവരുടെ സ്ക്രീനിലാണ് നോക്കുന്നത്. വീട് നിറഞ്ഞിരിക്കുന്നുണ്ട്, എന്നാൽ ഹൃദയങ്ങൾ ശൂന്യമാണ് എന്നതാണ് ഇന്നിൻ്റെ യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, സംസാരിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും, മൗനമായ കുടുംബങ്ങളിൽ അകലം വളരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ സംസാരത്തെ തടയുന്നതിന് ഇടയായിത്തീരരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്ഷണ മേശകളിൽ നിന്ന് മൊബൈൽ ഫോണിനെ ഒഴിവാക്കാം. ദിവസവും
അല്പസമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിന് ഇടയായിത്തീരണം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് തീർച്ചയായിട്ടും ഒരു സ്ക്രീനുകളും ഉപയോഗിക്കാതെ ഇരിക്കുന്നതിന് ഇടയായിത്തീരണം. സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതിന് ഇടയായിത്തീരരുത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ കമ്പാരിസൺസ് നമ്മുടെ ജീവിതത്തിൻ്റെ തൃപ്തിയെ ഇല്ലാതെയാക്കി തീർക്കാൻ സാധ്യതയുണ്ട്. അതേ പ്രിയമുള്ളവരെ, 139 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: അത്ഭുതകരമായി നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതമാണ്, നാം ഓരോരുത്തരും ജീവിക്കുന്ന അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും പരസ്പരമുള്ള താരതമ്യം നമ്മിലെ ആത്മവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് ഇടയായിത്തീരരുത്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് താരതമ്യ ജീവിതമാണ്. സോഷ്യൽ കമ്പാരിസൺസ്. മറ്റുള്ളവരുടെ ഭവനം, മറ്റുള്ളവരുടെ വാഹനങ്ങൾ, മറ്റുള്ളവരുടെ ശാരീരിക പ്രകടനങ്ങൾ, സൗന്ദര്യ പ്രകടനങ്ങൾ, ഓരോരുത്തരും ചെയ്യുന്ന യാത്രകൾ, ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ രീതി, വിജയം, പരാജയം, ഇവയൊക്കെ കാണുമ്പോൾ സ്വന്തം ജീവിതം മോശമാണെന്ന് കരുതുന്ന പലരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവരുടെ ഒരു റിയൽ ലൈഫാണ്. എന്നാൽ റിയൽ ലൈഫ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നതിന് ഇടയാകണം. അവർ ആ ഒരു റീൽസിന് വേണ്ടി തിരഞ്ഞെടുത്ത ചില സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് കാണുന്നത്. യഥാർത്ഥ കുടുംബം, യാഥാർത്ഥ്യം അതിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തമാണ് എന്നതാണ് സത്യം. ഒരിക്കലും ഒരു +2 വിദ്യാർത്ഥിനി ദിവസവും സോഷ്യൽ മീഡിയയിലെ മോഡലുകളെയും ഇൻഫ്ലുവൻസർമാരെയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ പറയാൻ തുടങ്ങി, ഞാൻ അത്ര സുന്ദരിയൊന്നുമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല. തുടർന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവളൊരു വിഷാദ രോഗത്തിന് അടിമയായി തീരുന്നതിനിടയായി. അമ്മ ദിവസം അവളോട് പറഞ്ഞു, അല്ല മോളെ, നിൻ്റെ വില ലൈക്കുകളിലല്ല, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിലാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ കുറഞ്ഞപ്പോൾ അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്തു. അവൾ മിടുക്കിയായി പഠിച്ച് അനുഗ്രഹീതമായ ഭാവിയുടെ ഉടമയായി തീരുന്നതിനിടയായി. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദിനെ കണ്ടപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, ഇവനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, മനുഷ്യൻ പുറമേയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്, ദൈവം ഹൃദയത്തെ നോക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16 അധ്യായം 7 വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മൂല്യം നമ്മുടെ ഫോളോവേഴ്സിലല്ല, ഗോഡ്സ് ഫേവറിലാണ്. അതേ, സോഷ്യൽ മീഡിയ സ്വാധീനത്തേക്കാൾ പ്രിയമുള്ളവരെ നാം ഓർക്കേണ്ടത് ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനിടയാകുക. കുഞ്ഞുങ്ങളോട് പറയുക, നീ ദൈവത്തിൻ്റെ അതുല്യമായ സൃഷ്ടിയാണ്, നീ ഒരു അത്ഭുതമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹീത ജീവിതമാണെന്ന് പറയാൻ ഇടയാകണം. 2, സോഷ്യൽ മീഡിയ കുടുംബത്തിൻ്റെ ദാസനാകണം, ഒരിക്കലും യജമാനനായി തീരുന്നതിന് ഇടയായിത്തീരരുത്. ഹെൽത്തി ബൗണ്ടറീസ് ബിൽഡ് ഹെൽത്തി ഫാമിലീസ്. തീർച്ചയായിട്ടും ഒരു അതിർവരം ഉണ്ടാകണം. യോശുവ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവവുമായുള്ള ബന്ധമാണ് അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നതിന് ഇടയായിത്തീരുന്നത്. ഹെൽത്തി ഫാമിലി സിസ്റ്റം എന്ന ആശയം പറയുന്നത് ഓരോ കുടുംബത്തിനും വ്യക്തമായ ബൗണ്ടറീസ് ആവശ്യമാണ് എന്നതാണ്. പരിധിയില്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം ഉണ്ടാക്കുന്നത് ഈ ബന്ധത്തിൻ്റെ അകലങ്ങളാണ്. ദാമ്പത്യത്തിൻ്റെ അകലം, കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, പഠനത്തിലെ പഠന വൈകല്യങ്ങൾ, ഏകാന്തത, വിഷാദം, കുടുംബ കലഹം, ഇവയൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കൊണ്ട് ഭവനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ വീട്ടിലെത്തിയാലും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായി മൊബൈലിൽ തന്നെ ജോലി തുടരുകയാണ്. മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പൻ എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണോ? ആ ചോദ്യം ആ പിതാവിൻ്റെ മനസ്സിനെ കാര്യമായി ചിന്തിപ്പിക്കുകയാണ്. അന്ന് മുതൽ കുടുംബം ഒരു തീരുമാനമെടുത്തു, ഭവനത്തിലെത്തിയ ശേഷം അധിക സമയം മൊബൈൽ ഉപയോഗിക്കില്ല. ഒരുമിച്ച് ഭക്ഷിക്കാനും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്താനും എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് കുടുംബമായി ദേവാലയത്തിൽ പോകുവാനും അവർ തീരുമാനമെടുത്തു. തീർച്ചയായിട്ടും പിന്നീട് അത് അവരുടെ കുടുംബത്തിൻ്റെ ഗുണമേന്മയെ അത്ഭുതകരമായി മാറ്റുന്നതായിട്ട് അവർ പിന്നീട് പങ്കുവയ്ക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൽ ഒരു കുടുംബത്തെ നാം കാണുന്നുണ്ട്. മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. ഒരു ഭവനത്തിൻ്റെ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. അതെ, സ്ക്രീനുകൾക്കപ്പുറം ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ
ഇടയാകണം എന്നത് ഏറ്റവും പ്രാധാന്യമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അതെ, കുടുംബത്തിന് നാം നൽകുന്ന വലിയ സമ്മാനം എന്താണ്? നമ്മുടെ പരസ്പര സാന്നിധ്യമാണ്, പരസ്പര ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും എന്നും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് ഒരുമിച്ച് കുടുംബമായിട്ട് ഇരുന്ന് സമയം ചിലവഴിക്കുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന കുടുംബങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഭവനങ്ങളിൽ ഒരു സ്ക്രീൻ ഫ്രീ ഈവനിങ്സ് കണ്ടെത്താൻ ഇടയാകണം. മൊബൈൽ ഗെയിമിനപ്പുറം ഒരു കുടുംബത്തിൻ്റെ ഗെയിം, പരസ്പരം തമാശയൊക്കെ പറയാനായിട്ട് ഇടയാകണം. ദൈവവചനം ഒരുമിച്ച് വായിച്ച് കേൾക്കാനായിട്ട് ഇടയാകണം. കുടുംബമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ മാറ്റിവെച്ച് സമയം ചിലവഴിക്കാൻ ഇടയാകണം. കുഞ്ഞുങ്ങളുമായി സോഷ്യൽ മീഡിയയുടെ സുരക്ഷയെക്കുറിച്ച് തുറന്ന സംഭാഷണം ഇടയാകണം. നമ്മുടെ ഭവനങ്ങളിലെ ഓരോ വ്യക്തികളുടെയും, മാതാവിൻ്റെയും പിതാവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഡിജിറ്റൽ ടൈം എത്രയാണ് എന്ന് വിലയിരുത്തി കൂടുതലാണ് എങ്കിൽ അത് ക്രമീകരിക്കാനായിട്ട് ഇടയായിത്തീരണം. നമുക്ക് നമ്മുടെ കുടുംബങ്ങളോട് തന്നെ ചോദിക്കാം, എൻ്റെ കുടുംബത്തോടാണോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്, അതോ എൻ്റെ ഫോണിനോടാണോ? എൻ്റെ കുഞ്ഞുങ്ങളോടാണോ ഏറെ സംസാരിക്കുന്നത്, അതോ എൻ്റെ സോഷ്യൽ മീഡിയയിലോടാണോ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നേക്കാൾ കൂടുതൽ സമയം എന്നോടൊപ്പമാണോ, അതോ സോഷ്യൽ മീഡിയയോടൊപ്പമാണോ ചിലവഴിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മൂല്യം നമുക്ക് ലഭിക്കുന്ന ലൈക്കുകളിലും ഫോളോവേഴ്സിലുമാണോ നാം അളക്കുന്നത്? നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക്, ദൈവവചനത്തിനാണോ കൂടുതൽ സമയം നൽകുന്നത്, അതോ സ്ക്രീൻ ടൈമിനാണോ? നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണോ, അതോ നമ്മുടെ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണുമാണോ? തീർച്ചയായും ഈ ശരിയായ വിലയിരുത്തലുകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയ നമ്മുടെ ശത്രുവല്ല. പക്ഷേ നിയന്ത്രണമില്ലാത്ത ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുടുംബത്തിൻ്റെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ ഉപയോഗിക്കുന്ന, അടുക്കളയിൽ ഉപയോഗിക്കുന്ന നൈഫ്, കത്തി, അത് ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കാം, അതേ സമയം തന്നെ മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാം. അതിൻ്റെ മൂല്യം ഉപയോഗിക്കുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നമ്മെ വളർത്താനും തളർത്താനും സാധ്യതയുണ്ട്. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സത്യമായതുള്ളതൊക്കെയും ഘനമായുള്ളതൊക്കെയും നിർമ്മലമായതുള്ളതൊക്കെയും സത്കീർത്തിയോ സൽഗുണമോ അവയൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, നന്മ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതിന് ഇടയാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 4 തീരുമാനങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഈ നാളുകളിൽ എടുക്കുന്നതിന് ഇടയാകണം. ഒന്ന്, ഭക്ഷണ സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരിക്കലും മൊബൈൽ ഫോൺ വരുന്നതിന് ഇടയാകരുത്. ദിവസവും അല്പസമയം സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുന്നതിന് ചിലവഴിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ ഇടയാകണം. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്, ക്രിസ്തുവിനെ നമുക്ക് കേന്ദ്രമാക്കുന്നതിന് ഇടയാകണം. ഓർമ്മിക്കുക, ഏറ്റവും ശക്തമായ കുടുംബങ്ങൾ അതിവേഗ ഇൻ്റർനെറ്റ് ഉള്ളവയല്ല, മറിച്ച് ആഴത്തിലുള്ള സ്നേഹവും വിശ്വാസവും തുറന്ന ആശയവിനിമയം ഉള്ളതാണ് ഏറ്റവും ശക്തമായ കുടുംബങ്ങൾ. അത്തരത്തിലുള്ള കുടുംബങ്ങൾ സോഷ്യൽ മീഡിയ ബന്ധങ്ങളെ നിയന്ത്രിക്കുകയല്ല, ബന്ധങ്ങളെ സേവിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.